ആ മരം മുറിച്ചതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാ പറയുന്നത്. കാര്യങ്ങളുടെ സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രോഹിത്തിനെ വിളിച്ചിട്ട് അവനെനിക്ക് കിട്ടുന്നില്ല. അല്ലമ്മ, ഇത് ആ മന്ത്രിക്ക് ഇടപെട്ട കേസല്ലേ? നമുക്ക് ആ മന്ത്രിയോട് സംസാരിച്ചാലോ? എടാ, അതൊക്കെ ഞാൻ സംസാരിച്ചു. അയാൾ ഇപ്പൊ പറയുന്നത് അയാളുടെ പേര് ഇതിലേക്ക് വലിച്ചഴക്കരുതെന്ന. ആരെ ഞാനിപ്പോ വിശ്വസിക്കേണ്ടത്? സ്വന്തം നിഴലിനെ പോയി എനിക്കിപ്പോ പേടിയ. എടാ, എന്ത് ചെയ്യണമെന്ന് ഒരു എത്തുപിടിയില്ലടാ എനിക്ക്. എടാ, നീ അവനിവിടെ വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ബലമായിരുന്നവന്. മോനെ, നിന്റെ അച്ഛനാകെ തകർന്ന അവസ്ഥയില്ല. മോനെ, ഇത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വാ. എന്തെങ്കിലും ഒരു തീരുമാനം വന്നിട്ടുണ്ടാക്ക്. അല്ലമ്മ, ഇതിപ്പോ എത്ര രൂപയാ നമുക്ക് വന്നിരിക്കുന്ന ബാധ്യത? അതിപ്പോ അറിഞ്ഞാലല്ലേ ഇതെങ്ങനെ പരിഹരിക്കുന്നത് നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. അത് 15 കോടി രൂപയുടെ ആ ഉഭയത്തിനും ആ മന്ത്രിയും കൂടി നമ്മളെ ചതച്ചതാ. 15 കോടിയോ? അമ്മേ, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന്റെ അടിവേര് അവരെല്ലാവരും ചേർന്ന് ഇളക്കിയത്. അമ്മ അമ്മ ടെൻഷൻ അടിക്കാതിരിക്കേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോ തന്നെ വരാം. അമ്മ അച്ഛനോട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറ കേട്ടോ. ശരി. വിഷ്ണുട്ടാ, എന്താ? ഏയ്, വിഷ്ണുട്ടാ, എന്താ? പറഞ്ഞിട്ട് പോ. ഞാൻ വിളിക്കാം. ബിഗ് ഫ്രണ്ട് പോവാണോ? പോയിട്ട് വരേ. എന്നാ ഞാനും കൂടി വരട്ടെ? പിന്നെ കൊണ്ടുപോവാ. എന്താ അമ്മ ബിഗ് ഫ്രണ്ടിന് പറ്റിയേ? അറിയില്ല മോളെ, എന്താ വിഷ്ണു പെട്ടെന്ന് പോയത്? അറിയില്ല. മോള് വാ. ദേവി, ഉള്ള സന്തോഷം വീണ്ടും. കാട്ടിൽ കയറി മരം മുറിക്കാനുള്ള ലൈസൻസ് ഒപ്പിക്കുക. എന്നിട്ട് അനധികൃതമായി പരിസ്ഥിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് അനുമതി തരാത്ത മരങ്ങൾ വെട്ടുക. പരിസ്ഥിതി പ്രവർത്തകർ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കോടതിയിലെത്തിയ നഷ്ടപരിഹാരം സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതായത് സത്യാമ്മയുടെ പ്രോപ്പർട്ടി വെച്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കോടതിയിൽ കേസ് പോയാൽ കുടുംബത്തോടെ ഇറങ്ങേണ്ടി വരും.
ആ ഈ ആട്ടം പോരെ മോളെ, നല്ല ഊഞ്ഞാല് കെട്ടി തന്നെ ആടണം. ചിറ്റപ്പം വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ. എന്നാ പിടിക്ക്. എടുക്ക് മോളെ. ആ എടീ, സർവേശ്വരൻ ചില സമയത്ത് ചില കളികളൊക്കെ കളിക്കും. സംഗതി എല്ലാവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടൊക്കെയാണ് സംഭവിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ഗുണം മാത്രമാണ് ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാടി നിന്റെ ചിറ്റപ്പ സന്തോഷിക്കാതിരിക്കുന്നത്? വളച്ചു കേട്ടാതെ കാര്യം പറ ചിറ്റപ്പ. എടി, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. അത് ചിറ്റപ്പനെ അറിയണ്ടയാണല്ലോ. നീ കാര്യം പറ. ഈ സങ്കടം ചിറ്റപ്പൻ അറിയാവുന്ന തന്നെയാ. നമ്മുടെ വർഗശത്രുവിന്റെ പരാജയം അല്ല ഇവിടെ നടന്നിരിക്കുന്നേ, വിജയ. അതില് സന്തോഷിക്കാൻ സുസ്മിത കിട്ടില്ല. എന്റെ മോളെ, എന്താണെന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ചു പറ. ഇപ്പൊ വളച്ചെടുത്ത നീയാണേ. വിഷ്ണു ശാലിനി ഒന്നിച്ചതായി എനിക്ക് വിവരം കിട്ടിച്ചിട്ടപ്പ. രണ്ടുപേരും പുതുമോടികളെ പോലെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുക. രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കേണ്ടവർ ഒന്നിച്ച് മധുവിധു ആഘോഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോ ആർക്കാ ചിറ്റപ്പ സന്തോഷം തോന്നേ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ അവർക്കിടയിൽ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ദുരന്തങ്ങൾ സംഭവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നീറി നീറി ചാവും. എടി, അവരെ എങ്ങനെ ഒരുമിക്കാനാ എന്റെ സുസ്മിത? എടി, അവരെന്നും ഇങ്ങനെ അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാ. എടി, അവന്റെ അമ്മ സത്യഭാമയില്ലേ, 4 ചുറ്റി കണ്ണു ചെവിയുണ്ട്. ഇവരനങ്ങിയ അവരറിയും. ആ സ്ഥിതിക്ക് ഒളിച്ചല്ലാതെ ഒന്ന് മിണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടി, ഇപ്പം തന്നെ ആ കുട്ടിയുടെ കാര്യം. അതെ, ഒരിക്കലെങ്കിലും ഈ വിവരം സത്യഭാമയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല. പിന്നെ അവരെങ്ങനെ ഒന്നിക്കുന്നോ നീ പറയുന്നേ? ചിറ്റപ്പ, സത്യഭാമയുടെ ജീവൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാ. അവനെ ആശ്രയിച്ച സത്യഭാമയുടെ അഹങ്കാരവും ആഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊപ്പം മകൻ നിൽക്കണമെങ്കിൽ അമ്മ ശാലിനിയെ അംഗീകരിച്ചേ ഒക്കൂ എന്നൊരു നിലപാട് വിഷ്ണു എടുത്ത മകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മയ്ക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാ അവരൊന്നിക്കില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ ലക്ഷ്മണരേഖ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞ അവര് ജയിക്കും, അവരൊന്നിക്കും. ചിറ്റപ്പ, അവരൊന്നിച്ച ഞാൻ ആണയിട്ട് പറയാ, പിന്നെ ഈ സുസ്മിതയില്ല. ശരി മോളെ, വരട്ടെ. നീ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എടി, നമ്മളൊപ്പം അവിടുത്തെ വാൽഭാഗം ഉണ്ടല്ലോ, അവശേഷിക്കുന്ന അവശിഷ്ടമെന്ന് കരുതി പുറന്തള്ളിയ പുറമ്പോക്ക്, അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വിഷ്ണുവിനും ശാലിനിക്കും സത്യഭാമയ്ക്കും ഇടയിലേക്ക് അവനെ നമുക്കൊരു മനുഷ്യ ബോംബാക്കി കടത്തിവിടാം. തൊട്ടാൽ പൊട്ടുന്ന മനുഷ്യ ബോംബ്. എടി, ചോറ് വാരിക്കൊടുത്ത കൈക്ക് യവ തന്നെ കൊത്തട്ടെ. സത്യഭാമയുടെ സാമ്രാജ്യത്തിന് ദത്തുപുത്രന്റെ സമ്മാനം. പക്ഷേ എനിക്കിപ്പോഴും അവനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ചിറ്റപ്പ. മൂക്കേറിൽ നിൽക്കുമെന്നൊരാശങ്ക. പിന്നെ ഓർക്കും, ലഹരി ഇപ്പൊ അവനൊരു മണവാട്ടിയാ. ആ മണവാട്ടിയുടെ കൈകൊണ്ട് തന്നെ അവനൊരു സുഖനിദ്രയും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. എടി, താളം തെറ്റി പറക്കുന്ന പട്ടോ ഇപ്പൊ അവൻ. തഞ്ചത്തിൽ തലോടിയാൽ തല വരെ വെട്ടി നമ്മുടെ സമക്ഷത്തിൽ വെച്ചു തരും. അതാ പരിവം. അറുക്കാൻ കിട്ടിയ മാടിനെ ഒറ്റ വെട്ടിനർത്താൽ അതിനെന്ത് ത്രില്ലാടിയുള്ളേ?
വരട്ടെ, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിക്കൊണ്ട് ദിവസങ്ങളൊക്കെ ഒന്ന് അടുത്ത് വരട്ടെ. ഇവരെ കൊണ്ട് തന്നെ നമുക്ക് സത്യഭാമയുടെ വീടിന്റെ അടിവേരി പിഴുതെടുക്കണം. സത്യഭാമ ഞെട്ടും. വിഷമുള്ള പാമ്പിന് പാലും പഴവും കൊടുത്ത് വളർത്തി കൂടെ കൂട്ടിയത് അവരെ തന്നെ ശപിക്കും. അതിന് ഇവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അല്ലെങ്കിലും ശത്രുക്കളെ തകരുമ്പോ ചിറ്റപ്പന്റെ കണ്ണി കാണുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാ. നേടി ജയിച്ചതിന്റെ ഒരു അഹങ്കാരം. ഒരു മിനിറ്റ്. മോളെ, നീ ഇത് കഴിക്ക്, എന്നിട്ട് കാര്യങ്ങൾ പറയാം. സത്യഭാമയുടെ ചാവടിയന്തരത്തിന്റെ വകയിരുത്താനാണോ ചിറ്റപ്പ? ഇനിയും എന്ത് ചാവല്? എടി, അവരിപ്പോ ചാവാതെ ചത്തുകൊണ്ടിരിക്കുക. ആകെ ഉണ്ടായിരുന്ന മൺതരിയും ഇപ്പോ കാഴ്ചവട്ടിൽ നിന്ന് ഒലിച്ചു പോകും. എടി, ഒന്ന് കൈയെത്തിച്ച് പിടിച്ചു നിൽക്കാൻ സഹായത്തിന് മക്കളും മരുമക്കളും കൂടി ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? അതാ ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടിച്ചിറങ്ങി ശാലിനെയും വിഷ്ണുവിനെയും പിന്നെ ആ കൊച്ചിനെ അടക്കം തെരുവിലേക്ക് ഇറക്കിയെന്ന്. എടി, അതിന് നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? നമ്മുടെ പദ്ധതികളെല്ലാം 100% വിജയിച്ചതിന്റെ ഒരു സന്തോഷം. അതാണ് ഈ ലഡുവിന്റെ രൂപത്തിൽ മോളുടെ കയ്യിലിരിക്കുന്നത്. ഇതെന്ത് വിജയ ചിറ്റപ്പ? ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണു അല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവരെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ല. വിഷ്ണു ശാലിനിക്കൊപ്പം ഉണ്ടായ ഈ രാജ്യം പിടിച്ചടക്കിയ അഹന്തയായിരിക്കും അവക്ക്. അവളുടെ ഈ അഹങ്കാരം കാണാൻ പറ്റാത്തതുകൊണ്ട് ചിറ്റപ്പന്റെ സ്വന്തം സുസ്മിതയെ നാട് വിടേണ്ടി വരുമോ? എടി, അക്കാര്യം ഓർത്തിട്ട് നീ നാട് വിടേണ്ട ഒരു കാര്യമില്ല. ഈ കൂട്ടിച്ചേർത്ത കൈകൾ കൊണ്ട് തന്നെ കണ്ണികളർത്ത് കർമ്മങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്കുമുണ്ട്. എടി മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടി വന്നാൽ ചിറ്റപ്പന് അതും ചെയ്യും. അത് ചെയ്യണം ചിറ്റപ്പ. ശാലിനിയും വിഷ്ണു ഒന്നിച്ച് ജീവിക്കാൻ ഇടവന്ന ഞാൻ പിന്നെ കാണുന്നത് എന്റെ മരണമാണ്. എനിക്കത് സഹിക്കില്ല, പിടിച്ചു നിൽക്കാനും ആവില്ല. ഇതെന്തൊരു പകയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നോട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുള്ള ഉത്തരം ഇനി നമുക്ക് തരുന്നത് അവനാണ്, രോഹിത്താണ് മോളെ. നമ്മുടെ കയ്യിലെ കുട്ടിക്കുറകനാവൻ. അവനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതും അവർക്കെതിരെയുള്ള കളികളാ. ഇവിടെ കണ്ടോ, അവരൊന്നിച്ചുള്ള ജീവിതം ഉണ്ടല്ലോ. അല്പായുസ്സാകാനുള്ള മന്ത്രം നമ്മൾ ഓതി കൊടുക്കുന്നതേ അവൻ്റെ കഥയുള്ള രോഹിത്തിൻ്റെ. അവനെ കൊണ്ട് നമ്മൾ വാരിക്കാൻ പോകുന്നതേ ചുടുചോറാ. ആ ചുടുചോറ് വന്ന് പതിക്കാൻ പോകുന്നത് ശാലിനിയുടെ വിഷ്ണുവിൻ്റെ പുതുജീവിതത്തിലാണ്. വിഷവാടി കുത്തിവെക്കാൻ പോകുന്നത്, ഓടിയ വിഷം. എന്ത് കുത്തിവെച്ചാലും വേണ്ടില്ല, അവളോ അവനോ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ചിറ്റപ്പ. ചിറ്റപ്പൻ എത്ര പൈസ വേണം ഞാൻ തരും. പക്ഷെ അതെല്ലാം ഇവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ചിറ്റപ്പന്റെ അക്കൗണ്ടിൽ പണം വന്നു ചേരും. ഇത് സുസ്മിത തരുന്ന വാക്കാ. ശത്രുവിനെ ഒതുക്കുന്ന കാര്യത്തിൽ സുസ്മിത ഒരു അക്ഷയപാത്രം ചിറ്റപ്പ. പണം ഒഴുക്കുന്ന അക്ഷയപാത്രം. അച്ഛനും മക്കളും ഭാര്യയും കൂടി ഒരുമിച്ചൊരു കൂരയിൽ ഒടുങ്ങിത്തീരുന്നതായിട്ട് മോളത് സങ്കല്പിച്ചേ. ചുമ്മാ ഒന്ന് സങ്കല്പിക്കടി. സങ്കല്പിച്ചാ പിന്നെ അത് നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. ആഗ്രഹിച്ചു പോയാ അതിപ്പോ ചങ്ക് പറിച്ചു തരുന്നതിന്റെ ചങ്കായാൽ പോലും സുസ്മിതയ്ക്കത് കിട്ടണം. അതെന്റെ ഒരു വാശിയാ. ആ വാശി എന്നെ ഇവിടം വരെ എത്തിച്ചത്. എങ്കി ഹലോ, മോളൊന്ന് വെയിറ്റ് ചെയ്യും. ചിറ്റപ്പനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം.
പൊതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പാകത്തിൽ ഒരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണ് തെറ്റിയാൽ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അതിവിദഗ്ധമായി റാഞ്ചാൻ കഴിവുള്ള ഉപ്പന്റെ കണ്ണുള്ള കഴുകനെ. പിന്നെ അവൻ തീരുമാനിക്കും ആരാ റാഞ്ചണമെന്ന്. മക്കളെ വേണോ അതോ അച്ഛനെ വേണോ അതുമല്ലെങ്കിൽ അമ്മയെ വേണോ? ആളെണ്ണം പറഞ്ഞ് വിലപേശി തന്നെ അവർ റാഞ്ചും. നമ്മളൊന്ന് പണമെറിഞ്ഞ് നിന്നു കൊടുത്താൽ മതി. എന്നാ പിന്നെ ചിറ്റപ്പനത് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോ. പണത്തിന്റെ കാര്യം ഞാനും കറക്റ്റ് ചെയ്തോളാം. വരട്ടെ, എടുത്തിയാടിയപ്പോ ഒന്നും ചെയ്യണ്ട. രണ്ടാം വരവല്ലേ, രണ്ടുപേരുടെയും മധുവിധു കാലമല്ലേ. അതൊന്ന് ചൂട് പിടിച്ച് വരുമ്പോ നമുക്ക് ആളെ ഇറക്കാം. ഇണക്കുരുവികൾ സ്നേഹിച്ചിരിക്കുമ്പോ ഒന്നിനൊന്നിന് നഷ്ടപ്പെടണം. എന്നാലേ വിരഹത്തിന്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റും. സ്നേഹിച്ച് ഇങ്ങനെ ഉത്തുംഗ ശൃംഗത്തിലെത്തുമ്പോ ഒരാളെ നമുക്കങ്ങ് പൊക്കാം. അതാരെ വേണോന്ന് കഴുകൻ തീരുമാനിക്കട്ടെ. ഉപ്പന്റെ കണ്ണുള്ള കഴുകൻ. അത് ഞാൻ തന്നെ ആവണമെന്ന് ഉടയതമ്പുരാൻ കൽപ്പിച്ചാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടി? പതിനഞ്ച് ദിവസത്തിനുള്ളിൽ 15 കോടി രൂപ അടയ്ക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികളിലേക്ക് പോകേണ്ടി വരും. ഹമേ, നമ്മളിനി രക്ഷപ്പെടാൻ മറ്റൊരു വഴി മുന്നിൽ തെളിയുന്നില്ലല്ലേ? അച്ഛാ, ഗുളിക കൊണ്ടുപോയിക്കോ. അതൊക്കെ ഇതൊക്കെ കഴിച്ച് ആയുസ്സാരോഗ്യം നിലനിർത്തിയിട്ട് എന്താ കാര്യം? ഇവിടെ നിറയുന്നതിന് മുമ്പ് ജീവനെന്ന് പോയാൽ അത്രയും നന്ന്. എടേ ശ്യാമേ, എത്രയായി? 80. എടേ ശ്യാമേ, ഇറങ്ങി വാടേ. ഇറങ്ങി വാടേ ഇങ്ങോട്ട്. എടേ ശ്യാമ, ഇങ്ങോട്ട് ഇറങ്ങി വാടേ. അത് രോഹിത്തിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? ഇവനെന്തിനെ പുറത്തു നിന്നോണ്ട് ഇങ്ങനെ ഒച്ച എടുക്കുന്നത്? എന്നെ ഒരു പടി കുഴി തള്ളിയിട്ടിട്ട് നീ അകത്ത് കയറി ഒളിച്ചിരിക്കാനോടെ. ഇറങ്ങി വാടേ ഇങ്ങോട്ട്. നിക്കടിയോടെ. സത്യമേ, രോഹിത്. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അവൻ അകത്തോട്ട് വരട്ടെ. അല്ല, അത് ഇറങ്ങി വാടേ ഇങ്ങോട്ട്. അല്ലാതെ പുറത്ത് കിടന്നിങ്ങനെ ഒച്ച വെച്ച ആളാകുന്നത് ആണുങ്ങൾക്ക് ചേർന്നല്ല. എടേ ശ്യാമേ,
എല്ലാരും ഉണ്ടല്ലോ. ആ നന്നായി.